കാലങ്ങൾക്കപ്പുറത്ത് ഏതോ ദേശത്ത് ജീവിച്ച ഒരു മനുഷ്യൻ കർത്താവിന്റെ പേരിൽ ത്യാഗങ്ങൾ അനുഭവിച്ചപ്പോൾ, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ രക്തസാക്ഷിയായപ്പോൾ, ആ മനുഷ്യൻ കാതങ്ങൾ യാത്ര ചെയ്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതൊക്കെ പള്ളികളിൽ ആരൊക്കെ പേരിലാണ് ഈ പള്ളി അറിയപ്പെട്ടാലും വിശുദ്ധ സെബസ്ത്യാനോസിന് തിരുനാളുണ്ട്. ഈ സെബസ്ത്യാനോസ് ഉണ്ണികൾ നമ്മുടെ നാട്ടുകാരനല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി പോലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാതെ പോണില്ല. കാരണം ഒറ്റയുള്ളോ, അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവിതം വ്യയം ചെയ്തൊരു മനുഷ്യനാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയല്ലേ. പരിവാരങ്ങളും യുദ്ധങ്ങളും കോലാഹലങ്ങളും പുള്ളിക്കാരന്റെ പ്രശസ്തി വലിയ പ്രശസ്തിയായിരുന്നു. ഇപ്പൊ ഭൂതക്കണ്ണാടി വെച്ച് ലൈബ്രറിയിൽ നോക്കിയ പോലെ അവിടെ ഇവിടെയൊക്കെ ഒരു പേരിനെ കിട്ടുള്ളൂ. ആരെ? ഡയക്ലീഷ്യന്. 31 വർഷം മാത്രം ജീവിച്ച, ജീവിതത്തിന്റെ വർഷങ്ങൾ കൊണ്ടല്ല കണക്ക് പറയേണ്ടത്, ജീവിച്ചു തീർക്കുന്ന നന്മകളെ കൊണ്ടും സത്യത്തെ കൊണ്ടുമാണ് കണക്ക് പറയിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഒരു സാധാരണ ദൈവവിശ്വാസിയെ അൽമായനായ മനുഷ്യൻ, അദ്ദേഹം 31 വർഷം കൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാ ദേവാലയത്തിന്റെ അൾത്താരയുടെ താഴെയും അടക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ഒരു കോംപ്രമൈസും മറ്റു കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടില്ല.